ഓം നമോ നാരായണായ. കേരളത്തിൽ ബ്രഹ്മദേവൻ്റെ കാലം മുതൽ ദേശത്തിൻ്റെ രക്ഷയ്ക്കും ജനങ്ങളുടെ ഐശ്വര്യത്തിനും വേണ്ടി ഒരുപാട് മഹാത്മാക്കൾ തപസ്സനുഷ്ഠിച്ച സാധന ചെയ്ത മാഘയജ്ഞഭൂമിയാണ്. കേരളത്തിനൊരു ചക്രവർത്തി, ഒരു ഭരണാധികാരിയെ ആവശ്യമായി വന്നപ്പോൾ ഇവിടെ ചേർന്നിരുന്ന വിദ്വത് സഭയും ധർമാചാര്യന്മാരും ചേർന്നാണ് 12 വർഷക്കാലത്തേക്ക് കേരളത്തിൻ്റെ അധികാരികളെ തെരഞ്ഞെടുക്കുന്നത്. പെരുമാക്കന്മാർ എന്ന് പറയുന്ന അധികാരികളെ അവസാനത്തെ പെരുമാൾ ചേരമാൻ പെരുമാൾ അതീവ ശിവഭക്തനായിരുന്ന അദ്ദേഹം തിരുവഞ്ചിക്കുളം മഹോദയപുരം ആസ്ഥാനമാക്കിയിട്ടാണ് കേരളം ഭരിച്ചത്. അവിടെ നിന്നാണ് അദ്ദേഹം ഈ ഉടലോടെ കൈലാസാരോഹണം ചെയ്തത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ആ ചരിത്രമൊക്കെ വല്ലാതെ വളച്ചൊടിക്കപ്പെട്ട് ഈ ധർമ്മത്തിൽ നിന്ന് അകന്നുപോയ ആളായിരുന്നു അവസാനത്തെ പെരുമാൾ എന്നുള്ള രീതിയിൽ വരെയുള്ള പ്രചരണങ്ങൾ വളരെ ആഴത്തിൽ നടക്കുകയും, അതുപോലെ തിരുനാവായയിലാണെങ്കിലും മഹാമാഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര സ്മാരകങ്ങളെല്ലാം തന്നെ വളച്ചൊടിക്കപ്പെട്ട സ്ഥിതിയിലാണ്. തളി ശിവക്ഷേത്രം ആണ് ഇന്ന് നിലപാട് തറ ആയെന്ന് പറയുന്നത്. എടക്കളത്തൂർ പട്ടതിരി വാനനിരീക്ഷണം നടത്തിയ കിണറാണ് ചാവേർ പടയാളികളെ ചവിട്ടിത്താഴ്ത്തിയിരുന്നു എന്ന് പറഞ്ഞു കാണും. മുനിയറകളാണ് മരുന്നറകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ചരിത്രത്തെ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള ചരിത്രത്തെയും സംസ്കൃതിയെയും തിരിച്ചു പിടിക്കുക എന്നുള്ള സന്ദേശം മുൻനിർത്തി, ധർമ്മത്തെ തിരിച്ചെത്തിക്കുക എന്നുള്ള സന്ദേശം മുൻനിർത്തി ചേരമാൻ പെരുമാൾ നായനാർ കൈലാസാരോഹണം ചെയ്ത തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ധർമ്മജ്യോതി തിരുനാവായ മഹാമാഘ യജ്ഞവേദിയിലേക്ക് പുറപ്പെടുകയാണ്. അത് 28-ന് വൈകിട്ട് തിരുവഞ്ചിക്കുളത്ത് നിന്ന് പുറപ്പെട്ട് 29-ന് വൈകിട്ട് ഈ യജ്ഞവേദിയിൽ എത്തിച്ചേരും. ഗുരുവായൂർ സായി സഞ്ജീവനി ട്രസ്റ്റ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മൗനയോഗി ഹരിനാരായണൻ ജിയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഈ ധർമ്മജ്യോതി പ്രയാണത്തിലേക്ക് തിരുവഞ്ചിക്കുളം മുതൽ തിരുനാവായ വരെയുള്ള എല്ലാ ധാർമ്മികരായിട്ടുള്ള മനസ്സുകളും ഒത്തുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ധർമ്മജ്യോതി നമ്മുടെ എല്ലാം ഉള്ളിൽ പ്രകാശിക്കാൻ, നമ്മുടെ സംസ്കൃതിയെ, ചരിത്രത്തെ വീണ്ടെടുക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം.